യുഎസിന്റെ ലോകശ്രദ്ധ ആകർഷിച്ച ഗോൾഡൻ ഡോം പദ്ധതിക്ക് ബദലൊരുക്കാൻ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO. അതിർത്തികളിലൂടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിന് ശക്തി കൂട്ടുകയാണ് സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരം നൽകി പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന സംവിധാനമാണ് DRDO വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീനമായ സംവിധാനങ്ങളും സന്നിവേശിപ്പിച്ച് തയ്യാറാക്കുന്ന പദ്ധതിക്ക് ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ്. വിവിധ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും എല്ലാം നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഒപ്റ്റോണിക് ഷീൽഡ്. ഗോൾഡൻ ഡോം പദ്ധതിക്ക് ബദലൊരുക്കാൻ സാധിച്ചാൽ തന്നെ പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന കണക്കുകൂട്ടലിലാണ് DRDO. ശത്രുവിന്റെ ആക്രമണങ്ങളെ നിരീക്ഷിക്കുക, പിന്തുടരുക, കൃത്യമായി ആക്രമിച്ച് പ്രതിരോധിക്കുക, സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യത്തെ സഹായിക്കുക, സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കുവാനും ശത്രുവിനെ കബളിപ്പിക്കുവാനും ഉപകരിക്കുന്ന വിവിധ ഉദ്ദേശ സംവിധാനമാണ് ഒപ്റ്റോണിക് ഷീൽഡ്. 2028-29 അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലേസർ വാണിംഗ് സംവിധാനം, ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ, സാറ്റലൈറ്റുകളും റഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, ആക്രമണങ്ങളിൽ നിന്ന് 180 ഡിഗ്രി തലത്തിൽ സംരക്ഷണമൊരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ, ശത്രുവിന്റെ വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും നിയന്ത്രണം ഏറ്റെടുക്കാനാകുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഒപ്റ്റോണിക് ഷീൽഡ്. ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും നിർവീര്യമാക്കാൻ സംവിധാനത്തിന് സാധിക്കും. ഒപ്റ്റോണിക് ഷീൽഡിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ്, പനോരമിക് ഡിസ്പ്ലേ, ശത്രുവിന്റെ ആക്രമണം കണ്ടെത്തി അതിനെ നിർണയിച്ച് തിരിച്ചടിക്കാൻ സഹായിക്കുന്ന സംവിധാനം, ബാറ്റിൽ ഷീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാകും. ഏത് തരത്തിലുമുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനാകുന്ന സംവിധാനമാണ് DRDO വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇസ്രായേലും ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാൾ സാങ്കേതിക വിദ്യയുള്ള സംവിധാനം നിർമ്മിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് സൂചന. ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകളുടെ കൂട്ടം, ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ എന്നിവ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ നിർവീര്യമാക്കാൻ സംവിധാനത്തിനാകും. സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാച്ചുറേഷൻ പോയിന്റ് മറികടന്ന ആക്രമണം നടത്താൻ ഡ്രോണുകളെ കൂട്ടമായി ഉപയോഗിക്കാറുണ്ട്. ഇതിനെയും തടയാൻ സാധിക്കുന്ന തരത്തിലാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഒരുങ്ങുന്നത്. അയൺ ഡോം എന്ന പേരിലാണ് ഇസ്രായേൽ സംവിധാനം അറിയപ്പെടുന്നത്. 70 കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും. ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊന്ന് വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ സംവിധാനം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്.